നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തങ്ങളുടേതായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വത്ത് ബോധത്തിനും വേണ്ടിയിട്ട് പോരാടുന്നവരിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അവരിലെ തന്നെ പ്രബല വിഭാഗമാണ് സുജാനി. അപ്പോൾ ഇതിൻ്റെ തലവനായിട്ടുള്ള നായിക് സർക്കാർ എന്നൊരു പദവിയിലേക്ക് ആദ്യമായിട്ടൊരു മലയാളി കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പേരാണ് ലക്ഷ്മി സെലിൻ തോമസ്. അപ്പോൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും ഉന്നതമായ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലെ ഈ ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെട്ടത്, താൻ എങ്ങനെയാണ് തൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് എന്നതിനൊക്കെ ആസ്പദമാക്കിയൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതധികം ആരും വലിയ ചർച്ചയാക്കിയിട്ടില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ആളുകൾ, കുറേ ആളുകളുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. അവരെ അംഗീകരിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ പിറകിലുള്ള ജീവിത കഥ അല്ലെങ്കിൽ പുരാണത്തിൽ ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് അടക്കാം. ശ്രീരാമനും സീതയൊക്കെ വനവാസത്തിന് പോകുന്ന ആ ഒരു സമയത്ത് ആ നാട്ടിലെ മുഴുവൻ ആളുകളും കണ്ണീരും വിലാപവും ഒക്കെ ആയിട്ട് ഇവരുടെ പുറകെ ചെല്ലുകയാണ്. അപ്പോൾ വനത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ശ്രീരാമന് പ്രജകളോട് കൽപ്പിച്ചു, പുരുഷാരോ സ്ത്രീജനങ്ങളും ദേശത്ത് പോയി ജീവിക്കുക. അപ്പോൾ എല്ലാവരും തിരിച്ചുപോയി. 14 വർഷത്തിന് ശേഷം ശ്രീരാമന് വനവാസമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കുറേ പേര് വനകവാടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന്, നിങ്ങളാരും വീട്ടിൽ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ പുരുഷന്മാരോടും സ്ത്രീകളോടും മാത്രമാണ് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടതെന്നും അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ആജ്ഞ നൽകിയില്ലല്ലോ എന്നുമാണ് അവർ പറയുന്നത്. അങ്ങനെ ആ നിമിഷം ശ്രീരാമചന്ദ്രൻ ഇവർക്കൊരു അനുഗ്രഹം നൽകിയെന്നും കലിയുഗത്തിൽ നിങ്ങളുടേതായ ഒരു രാജ്യമുണ്ടായിരിക്കുന്നു, ആർക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അവരെ പോയി അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകമായ അധികാരമുണ്ട്. അതുപോലെ വിവാഹത്തിന് ദമ്പതികളെ ആശീർവദിക്കാനുള്ള പ്രത്യേക അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹവും ഇവർക്ക് നൽകിയെന്നാണ് ഇവരുടെ ഒരു അവകാശവാദം. അപ്പം ഇപ്പോൾ ട്രാൻസ്ജെൻഡറുകളുടെ ജീവിത നിയോഗം ഇതാണ് എന്നുള്ളതാണ് പറയുന്നത്. എവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ പോയി അനുഗ്രഹിക്കുക, വിവാഹം നടക്കുമ്പോൾ അവരെ പോയി ആശീർവദിക്കുക. ഇത് ശ്രീരാമൻ ഇവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി ആയിട്ടാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡറുകളുടെ നായിക് സർദാർ ആ ഒരു പദവിയിലേക്ക് ഉയർന്ന ലക്ഷ്മി സെലിൻ അരികുവൽക്കരിക്കപ്പെട്ട തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്. 500 വർഷങ്ങൾക്ക് മുൻപ് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ രാജാവിന് ഭരണത്തിന് ഉതകുന്ന തരത്തിൽ അഭിപ്രായങ്ങൾ കൊടുക്കുക എന്നതായിരുന്നു ട്രാൻസ്ജെൻഡറുകളിലെ റായ് വിഭാഗം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് സുജാനികൾ. അപ്പം 4 വർഷമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ഈ സുജാനികളുടെ റാണിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന സെലിൻ. പത്തനംതിട്ട പന്തളത്താണ് ഇവർ ജനിച്ചു വളർന്നത്. അവർക്ക് സ്വന്തമായിട്ട് തിരുവനന്തപുരത്ത് വീടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഇവരെ വീട്ടിലേക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നും ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീട്ടിലെ മംഗളകാര്യങ്ങൾക്കൊക്കെ തന്നെ വരാറുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലെ സുജാനികളുണ്ട്. വിഭജന കാലത്ത് മുസ്ലിങ്ങൾ അവിടേക്ക് പലായനം ചെയ്തിരുന്നു. അവരും ഈ സെലിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്നവരാണ്. റായ് വിഭാഗക്കാരുടെ റാണിയും ദില്ലിയിലാണ്. ഇത് 2 വിഭാഗമാണ് പ്രബലമായിട്ടുള്ള റായിയും സുജാനി. ഇവരുടെ സുജാനിയുടെ ആളാണ് നമ്മുടെ മലയാളി ആയിട്ടുള്ള വ്യക്തി. അപ്പോൾ ഇവർ പറഞ്ഞ റായി വിഭാഗക്കാരുടെ റാണിയും ഇവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. പഴയ ദില്ലിയിലെ സദർ ബസാറിലെ പജാഡി ധീരിലുള്ള ദേരയിലാണ് ഇപ്പോൾ സെലീന താമസിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ടതായിരുന്നു ഈ ഒരു കെട്ടിടം. അപ്പോൾ സുജാനികളുടെ 12ാമത്തെ നായിക് സർദാറാണ് ഈ മലയാളി. ഓക്കെ, ഏത് മതത്തിലാണോ നമ്മൾ ജനിച്ചത് ആ മതത്തിൽ പൂജ ചെയ്ത് ജീവിക്കാനുള്ള അവകാശവും അവസരവും ഇവർക്കുണ്ട്. പക്ഷേ ഇതുവരെ നായിക് സർദാറായിട്ട് ഇരുന്നത് മുഴുവനും മുസ്ലിമുകളാണ്. ആദ്യമായിട്ടാണ് ഇതര മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നും മലയാളികളിൽ നിന്നും ആദ്യമായിട്ട് വന്ന ഒരു വ്യക്തി ഇവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ ഇവരെ നേരിട്ടിട്ടുണ്ട്.
വളരെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പട്ടിണി കിടന്നും കരഞ്ഞു കൂവിയൊക്കെ ജീവിക്കേണ്ടെന്ന് തോന്നിയ സമയങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ സുജാനികളിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ചെന്നിരിക്കണമെന്നാണ് ഇവരുടെ ഒരു നിയമം. അവസാനമായിട്ട് ആ വ്യക്തിക്ക് കോടി പുതപ്പിക്കാനുള്ള അവകാശം ഇവർക്കാണ്. തുടർന്നുള്ള ആചാരങ്ങൾക്കും പൊതുസമ്മേളനങ്ങളിൽ അവസാന വാക്ക് അഭിപ്രായം പറയാൻ ഇവരവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് അവരുടെ ആ സ്ഥാനത്തിൻ്റെ ഒരു മഹിമ എന്ന് പറയുന്നത്. 50 വർഷം മുന്നം ഇവർ കേരളത്തിൽ നിന്ന് വിട്ട് പോകുമ്പോൾ എന്നെപ്പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നും, ആണായിട്ട് ജനിച്ച ഒരു വ്യക്തി സാരി ഉടുത്തു പോയാൽ കല്ല് പെറുക്കി എറിയുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അവർ പറഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും സമാനമായ അവസ്ഥയായിരുന്നു. അപ്പം ഇവർ ജനിച്ച അടൂരിനടുത്തുള്ള കുളത്തുപുഴ എന്നുള്ള സ്ഥലത്താണ്. 5 മക്കളായിരുന്നു, ഇളയ മോനായിരുന്നു. അപ്പോൾ ഇവരെ ജനിച്ചിട്ട് അധികം കഴിയുന്നതിന് മുന്നേ ഇവരുടെ പിതാവ് മരിച്ചു. പിന്നീട് അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. വളരെ കഷ്ടപ്പെട്ട് ആണ് ഇവർ ജീവിച്ചതെന്നും സഹോദരന്മാർക്ക് ജോലിയൊക്കെ ആയതിനു ശേഷമാണ് പട്ടിണി തന്നെ വീട്ടിലെ മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പകാലം മുതലേ പാവാടയും പൊട്ടൊക്കെ തൊട്ട് പാവാട ഇടാൻ, പൊട്ട് തൊട്ട് കണ്ണെഴുതി നടക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീട്ടുകാരും നാട്ടുകാരും അത് സമ്മതിച്ചില്ല. അപ്പോൾ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഈ മക്കളെയും കൊണ്ട് മദ്രാസിലേക്ക് പോയി. ചെമ്മൂത്തി ഏട്ടന്മാർക്കൊക്കെ അവിടെ ജോലി കിട്ടിയായിരുന്നു. പക്ഷേ 8-10 വയസ്സൊക്കെ അന്നേരം ഇയാൾക്കുള്ളൂ. പക്ഷേ പെൺവേഷത്തിൻ്റെ ഒരടയാളവും പുറത്തെടുക്കാൻ ചേട്ടന്മാരോ അമ്മയോ ഒന്നും സഹായിച്ചില്ല. അവർ ചേട്ടന്മാർ സമ്പാദിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ അനുസരിക്കേണ്ട ഒരു ബാധ്യത തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂക്കളിങ്ങനെ നിരന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ അറിയാതെ തൻ്റെ ഉള്ളിലെ സ്ത്രീ പുറത്തേക്ക് വന്നു. ആ പൂക്കളെല്ലാം കൂടെ കൊരുത്ത് ഒരു പൂമാല ഉണ്ടാക്കി ശിരസിൽ ധരിച്ചു. അത് ഒരു ചെറുക്കൻ കണ്ടു. അവൻ എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. ഈ ചെറുക്കന് ഈ നമ്മുടെ ഇപ്പോഴത്തെ സെലിൻ തോമസ് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം വീട്ടിലെത്തിച്ചു. അന്ന് ഇഷ്ടം പോലെ തല്ല് കിട്ടി. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. 10-12 വയസ്സുള്ള അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടി എന്നുള്ളതാണ് പറയണേ. അങ്ങനെ യാത്രയിൽ അവർ കാലേടിപ്പേട്ട് എന്ന ഗ്രാമത്തിൽ മൂത്തമ്മ എന്ന ട്രാൻസ്ജെൻഡറിനെ കാണുകയും ഇവരെ മകളായി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീട്ടുകാർ പിന്നീട് ഇയാളെ തേടിപ്പിടിച്ച് കൊണ്ടുപോയി. പക്ഷേ പഠിക്കാൻ വിട്ടു. എല്ലാവരും പെണ്ണെന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുക, ഒറ്റപ്പെടുത്തുക. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പഠനമൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവിടുന്ന് മാറി പിന്നീട് പുരോഹിതനാകുവാനായിട്ട് ചെല്ലുന്നു. അവിടെയും പടിയിറങ്ങേണ്ടതായിട്ട് വന്നു. പിന്നീട് ബാംഗ്ലൂർ CMS സഭയിൽ പോയി ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അച്ഛന്മാർ പുറത്താക്കി. അങ്ങനെ മുംബൈയിൽ ധാരാളം ആളുകളുണ്ട് എന്നറിഞ്ഞാണ് ഇദ്ദേഹം മുംബൈയിലേക്ക് വണ്ടി കയറുന്നത്. പിന്നീട് അവിടെ ചെല്ലുമ്പോൾ കല്ലിൽ വെച്ച് ലിംഗം ചെത്തി മുറിക്കുന്ന ആ ഒരു പ്രാകൃതമായ നടപടി നേരിട്ട് കണ്ടുവെന്നും ഭാഗ്യമുണ്ട് രക്ഷപ്പെടും. അപ്പോൾ ഇവർ ഈ കല്ലിലേക്ക് ലിംഗം വെച്ച് മുറിക്കുന്ന, അതായത് ഒരു സ്ത്രീ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ കല്ലിലേക്ക് വെക്കുന്നു, പുരുഷാവയവം പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളയുന്നു. ഒപ്പം ഒരു കുപ്പിയല്ല ഒരു ജാർ നിറയെ മണ്ണെണ്ണയും വെക്കും. ഏതെങ്കിലുമൊക്കെ ഒരു കാരണവശാൽ ബ്ലീഡിങ് ഉണ്ടായി ആൾ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഡെഡ് ബോഡി പോലും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയും. ഇതാണ് അവരുടെ ഒരു രീതി അന്നത്തെ കാലത്ത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ തൻ്റെ ലിംഗം ഛേദിക്കപ്പെട്ടുവെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ പിന്നെ ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവർ 3 ദിവസമൊക്കെ കഴിയുമ്പോൾ എണ്ണ ചൂടാക്കി ഒഴിക്കും. അങ്ങനെ മുറിവ് ഉണങ്ങി 40 ദിവസം കഴിഞ്ഞപ്പോൾ പുരുഷപ്പടം മൊത്തം പൊഴിഞ്ഞ് താൻ പെണ്ണായി എന്ന് പറയണേ. അക്കാലത്ത് പക്ഷേ പെണ്ണുങ്ങളെയൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആകുന്നൊരു ലൈംഗിക വൃത്തിക്കായിരുന്നു ഉപയോഗിച്ചാൽ അതിന് താല്പര്യമില്ലായിരുന്നു. അവിടുന്ന് വീണ്ടും ഒളിച്ചോടി. അങ്ങനെ വേറെ ആളെ രക്ഷിച്ചു പെറുക്കി. അങ്ങനെ ആണ് തൻ്റെ സംഭവബഹുലമായ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് എന്നാണ് പറയുന്നത്. അതായത് ദില്ലിയിലൊക്കെ പിന്നീട് അവിടുന്ന് ഒളിച്ചോടി ദില്ലിയിൽ ചെല്ലുന്നു. അവിടെ ഭക്ഷണമില്ല, വസ്ത്രമില്ല, പട്ടിണി തന്നെയായിരുന്നു. അങ്ങനെ വേറൊരു ആൾ ഈ സ്ത്രീയെ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ത്രീയായിട്ട് നിൽക്കുന്നവരെ വേശ്യവർത്തിക്ക് ഉപയോഗിക്കുമെന്ന് മനസ്സിലായി അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കരുണ തോന്നി മറ്റൊരു വ്യക്തി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണ് ചെയ്തത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ അമ്മ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, എവിടെയാണ് എന്ന് തൻ്റെ മകൻ എവിടെയാണ് എന്ന് അറിയില്ല എങ്കിലും പട്ടിണി കിടക്കാതിരിക്കണം, മകനൊന്നും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടെ എല്ലാ ദിവസവും അവരുടെ അമ്മ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന്.
അപ്പോൾ ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവാം താൻ ലൈംഗിക വൃത്തിക്കും പോകേണ്ടി വന്നില്ല, പട്ടിണി കിടന്ന് മരണപ്പെടാതെ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു വന്നത് എന്ന് പറയണേ. അപ്പോൾ എന്തായാലും അമ്മ മരിച്ചപ്പോൾ സഹോദരങ്ങൾ ഇദ്ദേഹത്തെ വിവരം അറിയിച്ചു. പക്ഷേ ആരാണെന്ന് അറിയാൻ പാടില്ല, പുറത്ത് പറയാൻ പാടില്ല, കരയാൻ പാടില്ല, വന്ന് കണ്ടോ പൊക്കോ എന്നുള്ള തരത്തിലായിരുന്നു അന്നത്തെ നിലപാട്. അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അടിച്ചിറക്കിയിടത്തുനിന്ന് തിരിച്ച് കയറണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ താനിപ്പോൾ തൻ്റെ വീട്ടിൽ എല്ലാവരുടെയും ഒപ്പം തിരിച്ചു കയറി സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കണം. 2013 എല്ലായിടത്തുനിന്നും ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ ഈ ഒരു വ്യക്തിയെ മാർത്തോമാ സഭയുടെ ഡൽഹി ഭദ്രാസനം നടത്തുന്ന ഗ്ലോറിയ ക്രിസ്മസ് രാവ് എന്ന പരിപാടിയിലേക്ക് ഇവരെ വിളിച്ചു. അങ്ങനെ ഈ പരിപാടിയിലും എല്ലാ സഭാ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ താനിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യവും അറിഞ്ഞിരിക്കുക.